ഹലോ, ഞാൻ ദേവപ്രശാന്ത്, സെലിബ്രിറ്റി കോച്ച്. നമുക്കിന്ന് പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പേഴ്സണൽ ബ്രാൻഡിങ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ട് നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് വളരെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്? പേഴ്സണൽ ബ്രാൻഡിങ് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ മുമ്പിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു ഇമേജ് മാത്രമാണോ? അല്ല, നമ്മളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് ഒരു ലോഗോ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് എത്രത്തോളം വലുതാണ്, അതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരുടെയും ബ്രാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു പേഴ്സണൽ ബ്രാൻഡായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പേഴ്സണൽ ബ്രാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാവും ഒരു വ്യക്തിക്ക്. ചിലപ്പോൾ അത് മണി ആയിരിക്കാം, ചിലപ്പോൾ അത് നെയിം, ഫെയിം, റെപ്യൂട്ടേഷൻ, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ് ലക്ഷ്യങ്ങളായിരിക്കാം. ഇതിൽ ഏതാണെങ്കിലും അവർക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അവരുടെ പവർഫുൾ ആയിട്ടുള്ള പേഴ്സണൽ ബ്രാൻഡിലൂടെയാണ്. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എടുക്കാം. നമുക്കൊന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നാഷണൽ ലെവലിൽ ഏറ്റവും വലിയ ബ്രാൻഡ് എന്ന് പറയുന്ന കുറച്ച് വ്യക്തികളുണ്ട് അല്ലേ. നാഷണൽ ബോളിവുഡ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഷാറുഖ് ഖാൻ, SRK, കിങ് ഓഫ് ബോളിവുഡ് ഉണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ ജി, പിന്നെ അതുകൂടെ തന്നെ അമീർ ഖാൻ, സൽമാൻ ഖാൻ, അങ്ങനെയുള്ള ഹ്യൂജ് ഒരു വമ്പൻ താരനിര തന്നെ. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻതാര, ഹിന്ദിയിൽ ഉള്ള നടിമാർ ഒരുപാട് പേര് ഉണ്ട്. ഒരുപാട് കാലം ബോളിവുഡ് അടക്കി ഭരിച്ച ശ്രീദേവി പോലെയുള്ള വലിയ വലിയ നടിമാരുണ്ട്. അങ്ങനെ പല 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 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ യൂസഫ് അലി സാറുടെ ഒക്കെ പറയുകയാണെങ്കിൽ ഹ്യൂജ് പവർഫുൾ ബ്രാൻഡാണ്. അതേപോലെ തന്നെ ബ്രാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജോയ ലുക്കാസ് സാറ്. അങ്ങനെയുള്ള ഒരുപാട് വലിയ 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 വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ഫിലിം സ്റ്റാർസ് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇവരെല്ലാം വളരെയധികം ബ്രാൻഡ് കോൺഷ്യസ് ആണ്. അവരുടെ മാനേജ് ചെയ്യുന്നത് വളരെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാൻ പോവുകയാണെങ്കിൽ തന്നെ അവരുടെ ബ്രാൻഡ് ഹാൻഡിൽ ചെയ്യുന്നത് പോലും വളരെയധികം കെയർഫുൾ ആയിട്ടാണ്. ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പോലും അവർ വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. അവരുടെ ഇമേജിന് കോട്ടം തട്ടാത്ത രീതിയിലേക്കാണ്. അടുത്ത് പലതരത്തിലുള്ള ആരോപണങ്ങളും ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായപ്പോൾ പോലും ഈ വലിയ വലിയ സ്റ്റാറുകൾ അവരുടെ ഇമേജിന് കോട്ടം തട്ടാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് വളരെയധികം സർപ്രൈസിങ് ഫാക്ടറാണ്. കാരണം പലർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു ഇവർ ഹാൻഡിൽ ചെയ്ത് കൃത്യമായിട്ട്. അപ്പോൾ ക്രൈസിസ് മാനേജ്മെൻറ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഡാമേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി അവരുടെ ഡയറക്റ്റ് പ്രൊഫഷൻ അല്ലാതെ ഈവൻ സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റിലൂടെ തന്നെ ഉണ്ടാക്കുന്ന പൈസകൾ കോടികളിലാണ്. ചെറിയ കോടികളല്ല. ആക്ച്വലി നാഷണൽ ലെവലിലൊക്കെ നോക്കി കഴിഞ്ഞ് പറഞ്ഞാൽ ടോപ്പ് 9 ആൾക്കാരെ നോക്കി കഴിഞ്ഞ് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ക്രോഴ്സ് ആണ്. മേ ബി 1000 crore മുകളിലുള്ള എമൗണ്ട് വരെ പലപ്പോഴും ഇത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സെലിബ്രിറ്റി ലെവലിലുള്ള ബ്രാൻഡിങ് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പവർഫുൾ തിങ്. എന്താണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു മെച്ചം എന്ന് നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ രസകരമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ലുലു മോളിൽ ഷോപ്പിങ്ങിന് പോകുന്നു, എറണാകുളത്തുള്ളത്. നമ്മളവിടെ താഴത്ത് ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ താഴത്ത് സെൻട്രൽ കോർട്ടിലുള്ള ആ ഇവൻ്റൊക്കെ നടക്കുന്ന ഭാഗത്ത് ഒരു സിനിമയുടെ ലോഞ്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും സിനിമ സ്റ്റാറാണ് അവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കാണാനൊരു താല്പര്യം തോന്നും അല്ലേ. അവർ ചിലപ്പോൾ ഒരു പക്ഷേ സെൽഫി എടുക്കാൻ പറ്റുകയാണെങ്കിൽ സെൽഫി എടുക്കാൻ പോലും നമ്മൾ ചിലപ്പോൾ ചാൻസ് കിട്ടിയാലോ എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഇമേജ് അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള പേഴ്സണൽ ബ്രാൻഡിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ 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 പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് പലതരത്തിലുള്ള ഇമേജുകളും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതും അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും എല്ലാം ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹാൻഡ്ലിങ് പേഴ്സണൽ ബ്രാൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി 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 പവർഫുൾ. അപ്പോൾ ഇതാവട്ടെ ഇന്നത്തെ നമ്മുടെ ഒരു ഡിസ്കഷൻ പോയിന്റ്. നമുക്കിതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതൊക്കെ ശ്രമിക്കാം. അപ്പം പിന്നെ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.